ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ രാവിലെ ഒരു 7:30 ആകുമ്പോഴേക്കും ഞാനും അയാനും ഒരുമിച്ച് തന്നെ എഴുന്നേറ്റത്. അയാൻ ടി വി കണ്ട തിരക്കിലാണ്. ഞാൻ വിചാരിച്ചപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാമെന്ന്. ഞാൻ പൂരിയും ബാജിയും ഉണ്ടാക്കാമെന്ന് വെച്ചു. സാധാരണ ഞാൻ പൂരി ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പ് ആകാറാണ്. അതൊരു ഇങ്ങനെ പപ്പടം പോലെ ഉണ്ടാകും ഹാർഡായിട്ട്. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു നോർമൽ ഗോതമ്പ് പൊടി മാത്രം എടുക്കാം. വേറെ ഇങ്ങനെ യൂട്യൂബ് ചാനലെല്ലാം കാണാമല്ലോ, തരിയും അങ്ങനെയൊക്കെ എടുക്കും എന്നൊക്കെ, റവ അതൊക്കെ മിക്സാക്കാണ്ട്. എൻ്റെ അടുത്ത് വേറെ ഒന്നും മിക്സാക്കാൻ ഉണ്ടായിരുന്നില്ല, വെറും ഗോതമ്പ് പൊടി ഇട്ട് മാത്രമാണ് ഞാനിന്ന് പൂരിക്ക് മിക്സ് ചെയ്തത്. നമ്മൾ മാത്രമായതുകൊണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കണ്ടു. അയാൻ ചില ദിവസങ്ങളിൽ എപ്പോഴും പറയും ഓട്സ് മതി എന്ന് പറയും. അപ്പോൾ എനിക്കും മടിയാവും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ, എനിക്ക് മാത്രം ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാനും എന്തൊക്കെ ഇങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങി അങ്ങനെയൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ബാബുവിൻ്റെ മിക്സിംഗ് ബൗൾ ഞാൻ ഐക്കയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാനിങ്ങനെ കുറേ യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ കണ്ടിരുന്നു. അപ്പോൾ ഐക്കയിൽ പോയപ്പം കണ്ടപ്പോൾ എടുത്തു. ഇതും ഉണ്ട്, ഇതിൻ്റെ കുറച്ചുകൂടെ വലിയൊരു സൈസും കൂടെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എല്ലാം ഓരോരോ ബോൾസ് ആക്കിയിട്ട് ഞാനിപ്പോൾ പൂരി ചൂടാൻ നോക്കുകയാണേ. അപ്പോൾ പൂരി എണ്ണ ചൂടായിട്ട് പൂരി ഇടുമ്പം തന്നെ അതിനെ പൊങ്ങി വരുന്ന കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആദ്യമായിട്ടാണ് എനിക്ക് ഇപ്പോൾ വൃത്തിയുള്ള പൂരി കിട്ടുന്നത്. ഞാൻ വിചാരിച്ചത് വീഡിയോ എടുക്കുമ്പം ഇത് ഫ്ലോപ്പ് ആണെങ്കിൽ പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്നാണ്. പക്ഷേ എന്തോ ദൈവം സഹായിച്ച് നല്ല പൂരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നും ഒന്നും കൂടെ ഇട്ട് നോക്കി, പിന്നെ അടുത്തത് നല്ല പൂരി കിട്ടും. അപ്പോൾ ഇന്നെന്തോ ഭാഗ്യത്തിന് ഉണ്ടാക്കിയ എല്ലാ പൂരിയും നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഞാൻ ഉണ്ടാക്കിയ പൂരി എല്ലാവരും കഴിക്കുന്നത്. എല്ലാവരും എന്ന് വെച്ചാൽ അർജുൻ ആയാലും കഴിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ട് അവർ കഴിക്കാറ്. ഞാൻ ഒരു സാരമില്ല, നെക്സ്റ്റ് ടൈം നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ പൊട്ടറ്റോ കറി ഉണ്ടാക്കുന്നതാണ്. ഇതും എൻ്റെ കാസ്റ്റ് അയണിൻ്റെ പാത്രമാണ്, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞാൻ കറി ഉണ്ടാക്കുമ്പോഴേക്കും ഒരാൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ആയിട്ടില്ലേ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ റെഡിയാവുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പെട്ടെന്ന് അത് കറിയാക്കിയിട്ട് എനിക്ക് കോഫി ആക്കുന്നു. അയാൻ കോഫിയും ചായയൊന്നും ഞാൻ കൊടുക്കാറില്ല, പക്ഷേ ചില ദിവസങ്ങളിൽ ചോദിച്ചാൽ കൊടുക്കും. അപ്പോൾ ഞാൻ കോഫി ആക്കി നമുക്ക് 2 പേർക്കുള്ള പൂരി എടുത്തിട്ട് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ പോയി. അപ്പോൾ അയാൻ്റെ അടുത്ത് വന്ന് കഴിക്കാൻ പറഞ്ഞു. അയാൻ എന്നെ കണ്ടാൽ എൻ്റെ അടുത്ത് പറയും ഒന്ന് വായിൽ വെച്ചിരുമോ ചോദിക്കും. ഇന്ന് വന്ന് ഇരിക്കുന്നുണ്ട്. അത് ലാസ്റ്റ് വരെ ഒന്നും ഇരുന്ന് കഴിക്കൊന്നുമില്ല, എഴുന്നേറ്റ് പോവും. പിന്നെ ഞാൻ പറഞ്ഞു പ്ലീസ് ഒന്ന് ഇരിക്കുക, നമുക്ക് വീടെടുക്കാമല്ലോ എന്നെല്ലാം പറഞ്ഞപ്പോൾ വന്നിരുന്നതാണ്. ഞാൻ പാത്രമൊക്കെ കഴുകിയാൽ ഇതുപോലെ പുറത്ത് വെക്കും. ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആവും. പിന്നെ ഞാനിന്ന് ഉച്ചക്കൊക്കെത്തുള്ളതും വേഗം ഉണ്ടാക്കാൻ നോക്കിയല്ലേ മടി പിടിച്ച് അവിടെ ഇരിക്കും. ഇത് പൊട്ടിക്കക്കറിയും പരിപ്പുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനിതിന് പൊട്ടിക്കാന്നാണ് പറയുക, ഇവിടെ എല്ലാവരും താലോലിക്കാന്ന് പറയും. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളിന്ന് മീൻ വാങ്ങിച്ചിട്ടുണ്ട്. ചെമ്മീനും കിട്ടി, അയിലയും കിട്ടി. അയില ഞാൻ ഫ്രീസറിലെടുത്ത് വെച്ചു. ചെമ്മീനാണ് അയാന് കുറച്ചുകൂടെ ഇഷ്ടം. അപ്പോൾ അത് ഞാൻ വേഗം അങ്ങനെ പൊരിക്കാമെന്ന് വിചാരിച്ചു. എനിക്കൊരു പീസ് അയിലയും പൊരിക്കാമെന്നുള്ളതിൽ ബാക്കിയൊക്കെ നാളത്തേക്ക് എടുത്ത് വെച്ചു. പിന്നെ ഇത് പയറ് വറവാന്ന്, ഞാൻ വറവെന്നാണേ പറയുന്നത്. അപ്പോൾ ഞാൻ ചെമ്മീനും ഒരു സൈഡിൽ പൊരിക്കാൻ വെച്ചു. ചെമ്മീനും അയിലയും ഒരുമിച്ച് തന്നെയാണ് വെച്ചത്, സെപ്പറേറ്റ് ഒന്നും വെച്ചിട്ടില്ല. ആകെ അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ചൂട് കൊണ്ട് പിന്നെ ആകെ തളർന്നു പോയി. ഗൈസ് കണ്ടോളൂ, പുത്തൻ കട്ടേനെ കണ്ടോളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.